ഹെൽമെറ്റ് അതവിടെ തന്നെ ഇരിക്കട്ടാ. ഈ നാട്ടുകാരെല്ലാവരും നല്ലവരാടാ, ആരും മോഷ്ടിക്കില്ല. ഓഹോ, എന്നൊരു 100 രൂപ ചോദിക്കേ, പോവല്ലെന്ന് അറിയാലോ. ധൈര്യം ഉണ്ടോ? നമ്മൾ തിരിച്ചു വരുമ്പോഴും ആ 100 രൂപ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി, അതായത് 200 ഞാൻ നിനക്ക് തരും. ഇല്ലെങ്കിൽ നീ എനിക്ക് തിരിച്ചു തരണം. ധൈര്യം ഉണ്ടോ? ഓക്കെ. കാണുന്നോടത്ത് വെക്കി. പോരെ? അത് മതി. നമ്മളെ ബൈക്കോ? ഇത് ഇവിടെ പോയി. നീ അവിടെ പോയി നോക്ക്. ഇവിടെ അല്ലേ? അവിടെ ഒന്നും ഇല്ല. നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. എന്റെ കസിനുള്ള ഉണ്ട്, ഞാൻ വിളിച്ചു പറയാം. ഷോപ്പിലേക്ക് സാറേ. ഹെൽമെറ്റ് അവിടെ അല്ല, പെട്ടെന്ന് ധൃതിയിൽ വന്നപ്പോഴേ ധൃതിയിൽ ഒരു മതി ഹെൽമെറ്റ് വേണ്ടേ? എടുക്കാൻ മറന്നുപോയി. എത്രയെന്നറിയോ? ഫൈൻ എത്രയെന്നറിയോ? ഓ, എത്രയാ? 100 അല്ലേ? തൽക്കാലം നീ അത് തന്നെ ഞാൻ ജംഗ്ഷൻ്റെ അവിടെ ഇറക്കി വിടും. ഓക്കെ, കയറിക്കോ. നിർത്തി. അപ്പൊ ശരി, കാണാം. ഓക്കെ, ഹെൽമെറ്റ് ഒക്കെ വെച്ചിറക്കട്ടാ. മേലാക്കം കാണുന്നത് ഹെൽമെറ്റിലാണ്. ഓക്കെ. ഹലോ, ആരാ? ചേട്ടാ, ഞാൻ ആമേശ. പറയടാ. എനിക്ക് ചേട്ടൻ്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്ക് ഒന്ന് മോഷണം പോയി. കംപ്ലൈൻറ്റ് ഞാൻ ഫോർമലായി വന്ന് എഴുതിയാന്നോളാം. അതിന് മുന്നേ ചേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഹെൽപ്പായിരിക്കും. നീ നമ്പർ പറഞ്ഞേ. 9964540666. വണ്ടി നമ്പർ പറയടാ തെണ്ടി. ഒരു സെക്കൻഡ്. വണ്ടി നമ്പർ പറഞ്ഞെടുത്താ. ഹലോ, KL8AR 833. ഞാൻ നോക്കിയോളാം. ഏത് ഗതികെട്ട നേരത്താണോ ബൈക്ക് അവിടെ വെക്കാൻ തോന്നിയത്? നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. നമ്മൾ പോലീസിൽ അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലും ഇത് ഇവിടുന്ന് ആരെടുത്തിട്ട് പോവാനാടാ? ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് കാണാണ്ടോ നമുക്കറിയോ? ഉച്ച ബൈക്ക് ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെയാണോ? ആ, ഇത് വേറെ ആൾക്കാരുടെ പാർക്ക് ചെയ്യണേ. വണ്ടി അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഓ, ഇത് അല്ല, നീ ഇവിടെ നോക്കിയില്ലേ? ഇല്ലടാ. സത്യം പറയണത് ഇവിടുന്ന് പൊക്കിയതറ വണ്ടി. എന്തെന്നെ സാറേ? വേഷം സത്യമായിട്ട് കെട്ടി പറഞ്ഞോ? എന്നാലും ബെറ്റിൽ ഞാൻ തന്നെ ജയിച്ചടാ. അതിൽ കാശില്ല. ഓട്ടെ, പോയിന്ന് വിചാരിച്ച് ബൈക്ക് കിട്ടിയില്ലേ? അല്ല, ഇനി ആ സെക്യൂരിറ്റി അതിന് എടുത്തുണ്ടാവൂ. ആയിക്കോട്ടെ, എടുത്തോട്ടെ. നിനക്ക് 200 രൂപ തന്നാ പോരെ? കാശൊന്നും എനിക്ക് വേണ്ട. നീ എനിക്ക് ട്രീറ്റ് ചെയ്താൽ മതി. 11 മണിക്ക് ഓഫീസിൽ എത്തിയാ പോരെ? മുൻസിക്ക് വിട്ടാലോ? സമയമുണ്ട്. ഒരു മിനിറ്റ്. ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു പറയടാ വണ്ടി കിട്ടിയെന്ന്. എന്താടാ? അതെ, വണ്ടി കിട്ടിയിട്ടാ. വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാ. നീ ഹോൾഡ് ചെയ്യട്ടാ. 833 നമ്പർ അല്ല, 233 നമ്പർ. ഇതെന്തെങ്ങനെ ഓയിലായതോ സാറേ? ഓയിലായതാ? ആ, വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. ഇങ്ങനെ ഓയിലായതാവുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല. പട്ടി വെറുതെ മനുഷ്യന്റെ സമയം എടുക്കാനായിട്ട്. പോവാ. എന്ത് പറ്റിയടാ? ഒന്നുമില്ല, നല്ല സുഖം. പോവാ. പോയിക്കേ നീ. സോറി. ഓക്കെ.
നിങ്ങൾ കുറേ ദിവസമായാലും വിളിക്കണേ. 2 ദിവസമായി വിളിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വിളിച്ചില്ല. ഓർഡർ വന്നിട്ട് കുറേ ദിവസമായാലോ. ക്യാഷും പേ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് സാധനം വന്നിട്ടില്ല. ക്ലയൻസ് വിളിച്ചിട്ട് എന്നെ തെറി പറഞ്ഞോണ്ടിരിക്കണേ. നിങ്ങൾക്ക് അതൊന്നും അറിയണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിധി വന്നിട്ടില്ലെന്ന്? ലേറ്റ് ആവും, അനിയന് വയ്യാത്ത. അത് ശരി, സ്ഥിര നമ്പറാണ് അവന്റെ. എന്നും വിളിച്ചിട്ട് പറയണ കാര്യം അത്. അളിയാ അല്ല, ആരത്? ആകെ മാറിപ്പോയല്ലോ. പിന്നെ ഈ പറയണല്ലോ. ഫ്രണ്ട്സിനെ കാണാറില്ലേ? ഇല്ല, എല്ലാവരും അവരുടേതായ തിരക്കില്ലല്ലേ. അത് ശരി. നീ എന്ത് ചെയ്യണേ? ഞാനിവിടെ ഒരേക്കൽ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവാ. നീ എന്താ പരിപാടി? കല്യാണം കഴിഞ്ഞു, ഫാദർലോന്റെ ഷോപ്പാണ്, അത് നോക്കി നടത്തുന്നു. കല്യാണം കഴിയേ? ആ, എത്ര നാളേടാ? 5 മാസമായിട്ടുള്ളു. നമ്മളാരെയും വിളിച്ചില്ല അല്ലേ? കാണല് കുറവല്ലേ, കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ മഹേഷ്, ഇതെന്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. ഹലോ ഏട്ടാ. ടിൻഡു. ശരി, അപ്പോ ആ, അത് വേണ്ട, ഉം. ബില്ലിന്റെ കേസ് ഞാൻ സെറ്റിൽ നീ ചെയ്തോ. ഇതൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. പോടാ പോടാ. പോവാലോ അല്ലേ? ഓ